രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് 2 ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു ബൗളിൽ 2 ബ്രെഡ് എടുത്ത് അതിലേക്ക് ഒരു 150 ml പാൽ ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കാം. രണ്ട് മുട്ടയുടെ വെള്ള എടുത്തിട്ട് മഞ്ഞക്കരു മാറ്റിവെക്കാം. രണ്ട് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് സവാള പൊടിയായി അരിഞ്ഞതും, റെഡ് കളർ ക്യാപ്സിക്കൻ ചോപ്പ് ചെയ്തതും, സ്പ്രിംഗ് ഒനിയൻ ചോപ്പ് ചെയ്തതും, പച്ചമുളക് ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നിരത്തി കൊടുക്കുക. ഇതിനു മുകളിൽ അല്പം മല്ലിയില വിതറി കൊടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞ ശേഷം മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു സെൻറ്ററിൽ വെച്ചൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടിയൊന്ന് മാറ്റി നോക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി രണ്ടാമത്തെ റെസിപ്പി തയ്യാറാക്കാം. 2 ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത എടുത്ത ഭാഗം മാറ്റി വയ്ക്കുക. ഒരു ബൗളിൽ ഒരു മുട്ട എടുത്ത് അല്പം കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് അല്പം വെജിറ്റബിൾ ഓയിൽ പുരട്ടി കൊടുക്കുക. പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ച് അതിലേക്ക് റെഡ് കളർ ക്യാപ്സിക്കം, ഗ്രീൻ കളർ ക്യാപ്സിക്കവും ഇതുപോലെ വച്ച ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലൊഴിച്ച് നിരത്തി കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഭാഗം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 വശവും തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ സൈഡായി ഒരു പൊട്ടറ്റോ ഫിംഗർ ചിപ്സ് തയ്യാറാക്കാം. പൊട്ടറ്റോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. പാൻ വെച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി പൊടിയായി അരിഞ്ഞ സ്പ്രിംഗ് ഒനിയനും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.